ശ്രീ പ്രകാശ് ബാബു, അങ്ങ് ആവശ്യപ്പെട്ടതുപോലെ മുഖ്യമന്ത്രി ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ആ തീരുമാനം അല്പം വൈകിയാണെങ്കിലും നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് വന്നതിനെ താങ്കൾ സ്വാഗതം ചെയ്യുന്നില്ലേ? നിശ്ചയമായിട്ടും ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു. അതൊരു നല്ല കാര്യമാണ്. ഗവൺമെന്റ് ADGP അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തി എന്നുള്ളത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ടവർ മാത്രമല്ല, കേരളത്തിന്റെ പൊതുസമൂഹം അത് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ശ്രീ പ്രകാശ് ബാബു, അങ്ങ് ജനയുഗത്തിൽ എഴുതിയ ലേഖനത്തിൽ ഇതിൻ്റെ ഒരു രാഷ്ട്രീയമായ ഇമ്പാക്റ്റ് എന്തായിരിക്കുമെന്ന് വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ സർക്കാരിൻ്റെ രാഷ്ട്രീയ നയത്തിന് വിരുദ്ധമായി പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചാൽ അദ്ദേഹം ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല എന്ന് താങ്കൾ പറഞ്ഞു. ആ അർത്ഥത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നടപടി നിങ്ങളുടെ നിലപാടിനുള്ള ഒരു അംഗീകാരമായി കരുതാം. പക്ഷേ പ്രശ്നം എന്താണെന്നറിയാവോ? ഈ വിഷയത്തിൽ സർക്കാരിനൊരു വിശദീകരണം നൽകേണ്ടി വരും. ഈ വിഷയത്തിൽ ഞങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങ് ചുമതല മാറ്റി എന്ന് പറഞ്ഞ് ഒഴിയാനൊന്നും കഴിയില്ല. അത് വലിയൊരു വിഷയമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ അജിത് കുമാറുമായി ബന്ധപ്പെട്ടുണ്ടായ ഈ വിവാദം ഈ നടപടിയിലൂടെ അവസാനിക്കുമെന്ന് CPI കരുതുന്നുണ്ടോ? അന്വേഷണം നടത്തി നടപടി എടുക്കേണ്ടുന്ന ഒരു കേസാണ് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് വന്ന ചില സംശയങ്ങൾ. അത് അന്വേഷണം നടത്തിയെങ്കിൽ നടത്തി അതിന്റെ പൂർണ്ണമായ റിപ്പോർട്ട് കിട്ടിയിട്ട് നടപടി എടുക്കുമ്പോൾ മാത്രമേ അതിന്മേലുള്ള പരിഹാരമാവൂ. അപ്പോൾ ഇനി കൂടുതൽ നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ട് അല്ലേ CPIക്ക്? ടെലിഫോൺ ലൈനിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോഴെടുത്തിട്ടുള്ള ഈ നടപടി സ്വാഗതാർഹം തന്നെയാണ്. അത് ഗവൺമെന്റിന് അതിനകത്ത് മറ്റൊരു ആശങ്കയുടെ ആവശ്യമില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഈ നടപടി വളരെ മുമ്പേ എടുക്കേണ്ട ഒന്നായിരുന്നല്ലോ ശ്രീ പ്രകാശ് ബാബു. 2023 മെയ് 22-ാം തീയതിയാണല്ലോ ഈ കൂടിക്കാഴ്ച ഹൊസബിളായിട്ട് നടന്നത്. അങ്ങുന്നയിച്ചതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. CPI ഉന്നയിച്ച ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്. അതൊരു ഭരണപരമായ പ്രശ്നമല്ല. 23-ാം തീയതി തന്നെ അതിനകത്ത് ഇന്റലിജൻസ് റിപ്പോർട്ടുമുണ്ട്. 16 മാസങ്ങൾക്ക് ശേഷം ആണ് ഇപ്പോൾ ഈ നടപടി വന്നിരിക്കുന്നത്. അപ്പോൾ ഈ നടപടി നേരത്തെ സംഭവിക്കേണ്ടതാണ് ഒരു ഇടതുപക്ഷ സർക്കാരുമായി ബന്ധപ്പെട്ട്. അത് ശരിയാണ്. നമുക്ക് പെട്ടെന്ന് പറയുമ്പോൾ അങ്ങനെ തോന്നാമെങ്കിലും ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ADGP അജിത് കുമാർ ഞാൻ അങ്ങനെ അവരെ സന്ദർശിച്ചു. ദത്തത്രേയ ഒസബാളയെയും അതുപോലെ തന്നെ റാം പോലെ പറയാൻ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ അദ്ദേഹം തന്നെ അത് നേരിട്ട് അഡ്മിറ്റ് ചെയ്തത് ഇപ്പോഴത്തെ എന്നുള്ളത് കൊണ്ടാണ് അതിന് പിന്നെ രാഷ്ട്രീയമായ ഒരു നിലപാട് അതിൽ എടുക്കേണ്ടി വരുന്നത്. അതാണ് അതിലുള്ള വ്യത്യാസം. ഓക്കെ, താങ്ക് യു ശ്രീ പ്രകാശ് ബാബു. അങ്ങും സ്വാഗതം ചെയ്യുകയാണ്. LDFന്റെ വിജയമായി ഇത് കണക്കാക്കണം എന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ വാർത്താ സമ്മേളനം